ഇവിടെയും റോഡിൻ്റെ പണി നടക്കുകയാണ്. ഇത് നാലുവരിപ്പാതയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കണ്ട കാടാണ്. കാടിൻ്റെ ഉള്ളിൽ ഗ്രാമങ്ങളിൽ നെൽകൃഷിയൊക്കെ വരുന്ന തട്ടുകെട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് താഴെ കാണുന്നത്. അത് കണ്ടോ, അതിൻ്റെ ചുറ്റിനും നെൽകൃഷിയാണ്. അത് ഗ്രാമമാണ്, ഒരു ചെറിയ ഗ്രാമമാണ്. ആ താഴെയൊക്കെ കൃഷിയുണ്ട് കേട്ടോ. ആ താഴെയൊക്കെ നെൽകൃഷിയാണ്. ഈ വലിയ മലനിര ഇറങ്ങി നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 7 കിലോമീറ്ററോടെ നമുക്കിനി താഴോട്ട് പോകാനുണ്ട്. ഇപ്പോൾ ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞു. വലിയൊരു മലനിരയാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ഈ വഴിയിലൂടെയാണ് നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു 7 കിലോമീറ്ററോടെ പോകണം. സൂര്യനൊക്കെ അസ്തമിക്കാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഹൈവേ 166 നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വഴി മുഴുവൻ മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഇത് മുഴുവൻ ഗാഡ് സൈഡാണ്. അങ്ങ് താഴെ നിന്നാണ് നമ്മൾ സൈക്കിൾ തള്ളിക്കയറ്റി വരാൻ തുടങ്ങിയത്. ഏതാണ്ട് ആ വഴിയിലൂടെയാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, വണ്ടികളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടി കയറുന്ന ഒരു ഘാട്ടാണിത്. വണ്ടികളൊക്കെ കയറി പതിയെ വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുക. ഇവിടെ വന്നു കഴിയുമ്പോൾ ചില വണ്ടിക്കാർക്ക് മാത്രമേ ഉള്ളൂ ഭയങ്കര സ്പീഡ്. കാരണം അവർക്ക് മാത്രമായിട്ടുള്ളൊരു ഇതാ റോഡാണെന്നുള്ള ചിന്തയിലാണ് ചില വണ്ടിക്കാർ വണ്ടി ഓടിച്ചു പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ യാത്രയിലെ കാഴ്ചകൾ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് സാഹസവും കാണിക്കും. മുകളിൽ ചെല്ലുമ്പോഴത്തേനും വാട്ടർഫോൾസ് വെള്ളം കാണുമെന്നുള്ള സംശയമാണ്. ഇപ്പം 2 ദിവസമായിട്ട് നല്ല ചൂടാണ്, മഴയില്ല. മഴയൊക്കെ കുറഞ്ഞു, എന്നാലും മഴ വരുമെന്നാണ് പറയുന്നത്. ഇത് കണ്ട, കാർമേഘമൊക്കെ ഇരുണ്ട് കൂടുന്നുണ്ട്. എന്നാലും സാരമില്ല, നമുക്ക് പതിയെ മുമ്പോട്ട് പോകാം. മഴയാണെങ്കിലും നമുക്കിത് ഈ ഘാട്ട് കയറിയേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ പുലിക്കുട്ടന്മാരൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. പുള്ളിപ്പുലിയുടെ ഒരു ഏരിയ ആണ് ഇവിടെ. അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിക്കണമെന്നൊക്കെ താഴേന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും നമ്മളെ ശല്യപ്പെടുത്താൻ വന്നിട്ടില്ല. അപ്പോൾ ശരി, പതിയെ മുകളിലേക്ക് പോകാം. ഈ കയറ്റം കയറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. കാരണം വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉരച്ച് കയറ്റിയേ കൊണ്ടുപോകത്തുള്ളൂ. കാരണം ഇതെല്ലാം ഹൈവേയുടെ പണിക്കാരായതുകൊണ്ട് ഈ ലൈസൻസ് ഇല്ലാത്ത ആളുകളാണ് കൂടുതൽ ഈ വണ്ടി ഓടിക്കുന്നത്. കൊച്ചു പിള്ളേരാണ് ഓടിക്കുന്നത്. ഒരു 10-15 വയസ്സുള്ള പിള്ളേരൊക്കെയാണ് ഓടിക്കുന്നത്. അതേ സമയത്ത് ഒരു ഹെലികോപ്റ്റർ വരുന്നു. ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? കുന്നും മലയൊക്കെ ഇടിച്ചു നിരത്തി വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേവിയുടെ ഹെലികോപ്റ്ററാണ് പോകുന്നത് കേട്ടോ. കണ്ടാ, അടിപൊളി. ഹലോ, നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല മഞ്ഞ് മൂടിയ മലനിരകളുടെ ഇടയിലൂടെയാണ് യാത്ര. ഇതുകൊണ്ട് ഫുള്ള് കോടമഞ്ഞ് കയറി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെയെല്ലാം കശുവണ്ടി ഫാക്ടറികളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. രാവിലത്തെ യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വലിയ ഘാട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മഞ്ഞ. ഇത് കണ്ടോ, വണ്ടിയൊക്കെ വരുന്നൊന്നും കാണത്തു പോലുമില്ല. കണ്ടോ, അതുപോലെ കോടമഞ്ഞാണ്. ഇന്നലെ ഫുള്ള് മഴയായിരുന്നുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അതിനുശേഷം രാവിലെ നല്ല കോടമഞ്ഞ്. ഇതുണ്ടോ, വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, ഒരു മിന്നായം പോലെയേ കാണത്തുള്ളൂ. അപ്പോൾ അതുപോലെ കോട കയറി കിടക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ 6 മണിക്ക് തന്നെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ അടിപൊളി കാഴ്ചകളിലേക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. രാവിലെ തന്നെ യാത്ര തിരിച്ചു. ചെയ്തുണ്ടോ, മൊത്തം മഞ്ഞ് കയറി കിടക്കുന്നു. താഴെയും മഞ്ഞായിരുന്നു, ഇവിടെയും മഞ്ഞ് തന്നെ. കുഞ്ഞിതേ മഞ്ഞത്ത് നല്ല സൂചിച്ച് കിടപ്പുണ്ട്. അവിടെ ഉറക്കം പോയി രാവിലെ. ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത് കണ്ടോ, മഞ്ഞിൻ്റെ ഒരു അടിപൊളി സെറ്റപ്പാണ്. അവിടെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതുണ്ടോ, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ മഞ്ഞ് കാരണം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയല്ല. കേട്ടോ, മഞ്ഞ് ഇങ്ങനെ കാറ്റടിച്ചപ്പോഴത്തേനും മഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ കടയിൽ ഒരു ഓംലെറ്റ് ഒക്കെ കഴിച്ചിട്ട് രാവിലെ അങ്ങോട്ട് ചവിട്ടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പാവും വെടാപ്പാവിൻ്റെ പാവും ഒരു ഡബിൾ ഓംലെറ്റ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റാമിന ഒരു 3 മണി വരെ ഓടും. അതേ സമയത്ത് ഇത് കണ്ടോ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളുടെ ആ മനോഹാരിത എന്താ അടിപൊളിയല്ലേ. എന്താ ഫുള്ള് മഞ്ഞാണ്. കാറ്റടിച്ചപ്പോഴത്തേനും മഞ്ഞിങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ചു വന്നെങ്കിലും, പക്ഷേ 7:30 സമയം. പക്ഷേ സൂര്യൻ ഉദിച്ചു വന്നെങ്കിലും അത്ര ക്ലിയറായിട്ട് പുള്ളിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഘാട്ടാണ് നമ്മൾ കയറി വന്നത്. ഒരു 4 കിലോമീറ്റർ തള്ളി മണ്ടയിലെത്തി. ഇനിയിപ്പോൾ താഴോട്ട് ഇറക്കം വിട്ടാൽ മതി. അങ്ങോട്ട് മഞ്ഞൊന്നുമില്ല. കുഞ്ഞ് ഇവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവൾക്കിപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ഇതിലാണ്. അവളെ പിടിച്ചപ്പോഴത്തേനും അവൾ കിടക്കുന്ന പരുവത്തിലാണ്. അതുകൊണ്ട് അത് കഴിയുമ്പോഴത്തേനും അവളെ ഒന്ന് ഇറക്കണം താഴോട്ട് ചെന്നിട്ട് വെയിലായി കഴിയുമ്പോൾ. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട്. ഈ ഘാട്ട് ഇറങ്ങിപ്പോകണം. ഇറങ്ങി ചെല്ലുന്നത് 66-ലോട്ടാണ്. ഇതിപ്പോൾ 166ആണ്. അപ്പോൾ ശരി, അങ്ങനെ നമ്മൾ കയറ്റങ്ങളൊക്കെ കയറി മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 166 ഇവിടെ തീരുകയാണ്. ഇത്രയും കൂടി പോയി കഴിഞ്ഞാൽ 166 തീരുകയാണ്. അപ്പോൾ ആ കാണുന്ന ജംഗ്ഷനിൽ 166 66ആയിട്ട് മാറുകയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ രത്നഗിരി സൈഡിലോട്ടാണ് പോകുന്നത്. രത്നഗിരി നമ്മുടെ കടൽ തീരമാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ കൂടിയാണുള്ളത്. അപ്പോൾ ഈ മലനിരകളൊക്കെ കയറി ഇറങ്ങി അങ്ങ് അകലെയുള്ള ആ ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ഇത്രയും ദൂരം വന്നതിന് ഒരു ഫലമുണ്ടായി. നല്ല കാഴ്ചകളാണ് നമുക്ക് മുമ്പിൽ കാണുന്നത്. അതുപോലെ തന്നെ മഞ്ഞ് മൂടിയ മലനിരകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത്. വളരെ ദൂരത്തിലേക്ക് നമുക്ക് ഈ ഹൈവേ കാണാൻ പറ്റും. കാരണം മലകൾ ഇറങ്ങിയും കയറിയും ഇറങ്ങിയും ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹൈവേയുടെ പണി ഇവിടെ ചില ഭാഗങ്ങളിലെല്ലാം പൂർത്തിയായിരിക്കുന്നു, ചില ഭാഗങ്ങളിൽ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ രത്നഗിരിയാണ്, വലത്തോട്ട് പോയാൽ മുംബൈയാണ്. വലത്തോട്ട് പോകുന്ന റോഡ് 66ആയി മാറുകയാണ്. ഇടത്തോട്ട് പോകുന്നത് 166, വലത്തോട്ട് പോകുന്ന 66ഉമാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവൻ പാറക്കെട്ടുകൾ നിറഞ്ഞൊരു ബീച്ചാണ്. ഇതുകൊണ്ടോ, മണൽ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ബീച്ച് കാണാൻ പറ്റുന്നത്. ചെളി മണലാണ്. അതിലോട്ടൊക്കെ ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കടൽപ്പാലമുണ്ട്. ഇത് തീരെ താഴ്ച കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് ഒരു കടൽപ്പാലം ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ ആളുകൾക്ക് പോയി കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. അതുപോലെ തന്നെ അതാണ് ലൈറ്റ് ഹൗസ്. അങ്ങോട്ടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിനിടയിൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവിടുത്തെ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഒരു ഇക്കാനയൊക്കെ പരിചയപ്പെട്ടു. ഇവിടുത്തുകാരാണ്. ഹാർബറിലെ മത്സ്യമേഖലയിൽ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഉച്ചയ്ക്ക് അങ്ങോട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഹാർബറിലോട്ട്. അപ്പോൾ ശരി, നമുക്ക് ഈ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നട്ടുച്ച നേരമാണ് കേട്ടോ. അതുകൊണ്ട് വേരി ഇറക്കത്തിൻ്റെ സമയമാണ്. അവിടെയൊക്കെ വള്ളങ്ങളൊക്കെ ധാരാളം, മീൻപിടുത്തത്തിന് പോകുന്ന വള്ളങ്ങൾ ധാരാളം കാണാൻ പറ്റും. വലിയ കാറ്റൊന്നുമില്ല, ഒരു സുഖമുള്ള കാലാവസ്ഥയാണ്. ഇതാ ഒരു മല ഇങ്ങനെ തള്ളി ആ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്താണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം ലൈറ്റ് ഹൗസിലൊന്ന് പോകണമെന്നുണ്ട്. ലൈറ്റ് ഹൗസ് തീരെ ഉയരം കുറഞ്ഞ ഒരു ലൈറ്റ് ഹൗസാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്താണ് റഡാറ്, മറ്റ് സാറ്റലൈറ്റിൻ്റെ എല്ലാം ഇത് ആൻറ്റിനകളെല്ലാം നിൽക്കുന്നത്. അവിടെയും ഒരു ക്ലിഫ് കാണാം. അവിടെ ആ പാലം, കടലിന് നടുവിലൂടെ ഒരു പാലം, ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിലൂടെയാണ് വണ്ടികൾ ആ ഒരു ദ്വീപിലേക്ക് പോകുന്നത്. അതൊരു ദ്വീപാണ്, കടലാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് ആ കാണുന്നത്. അപ്പോൾ ശരി, നമ്മൾ ഈ കടൽപ്പാലത്തിൽ കൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു കടൽപ്പാലം. അപ്പോൾ ഇവിടെ ഈ പച്ച കുത്തുന്ന ആളുകളും മോതിരത്തിലൊക്കെ ഇത് കുത്തിക്കൊടുക്കുന്ന ആളുകളുടെയും ഒക്കെ ഒരു ഏരിയയാണ്. അപ്പോൾ കൂടുതലും രാജസ്ഥാനികളാണ് ചെയ്യുന്നത്.
ഈ മലയുടെ തൊട്ടപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക. അതായത് ബീച്ച്, ഹാർബർ കാണാൻ പറ്റുക. ഹാർബറിലേക്ക് ധാരാളം വള്ളങ്ങൾ വരുന്നത് കാണാൻ പറ്റും. കടലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും കാറ്റ് കൂടി. ഇവിടെ ഒരു ക്ലിഫ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ദ്വീപ്. ആ ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് ആ കാണുന്നത്, ഒരു ചെറിയ പാലം. അപ്പം നമ്മൾ ഈ പാലത്തിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഗസീവോ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകൾക്ക് വന്ന് നിന്ന് കാണാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ധാരാളം ഇരിപ്പിടങ്ങൾ. ഇങ്ങനെയുള്ള ഇരിപ്പിടവേലും നമ്മുടെ കേരളത്തിലെ വെയിറ്റിംഗ് ഷെഡുകളിൽ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് കണ്ടോ, കൃത്യമായി വിട്ട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. പുറകിലോട്ടുള്ള ചാരു വേണമെങ്കിൽ ഇതുപോലത്തെ പൈപ്പ് കൊടുത്താലും മതി, എന്നാലും സാരമില്ല. ഇത് ഒറ്റ പൈപ്പിൽ സർക്കസ് പഠിച്ചിട്ട് വേണം, തലശ്ശേരിയിലൊക്കെ പോയി സർക്കസ് പഠിച്ചിട്ട് വേണം നമുക്കവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഒന്നിരിക്കാൻ പറ്റുക. എന്നിട്ട് പേര് ആൾക്കാർ കിടന്നുറങ്ങാതിരിക്കാനാണ്. പിന്നെ വെയിറ്റിംഗ് ഷെഡ് ഇതിനകത്തിലാണ്. ഞാനിപ്പോൾ വരുന്ന വഴിയിൽ മുഴുവൻ വെയിറ്റിംഗ് ഷെഡുകളിലാണ് കിടന്നുറങ്ങുന്നത്. ഇന്നലെയും കൂടി കിടന്നുറങ്ങിയത് ഒരു വെയിറ്റിംഗ് ഷെഡിലാണ്. അപ്പോൾ ഒരു യാത്രക്കാരനോ ആർക്കെങ്കിലും ഒന്ന് വന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണല്ലോ വെയിറ്റിംഗ് ഷെഡ്. അതുപോലും ചെയ്തു കൊടുക്കാത്ത ഗവൺമെൻറ്റുകളാണ് നമുക്കുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം പ്രബുദ്ധരായതുകൊണ്ടാവും. അതുപോലെ തന്നെയുള്ള കാര്യമാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർ നമുക്ക് ചുമടുതാങ്ങികൾ വെച്ചിരുന്നു. ചുമടുതാങ്ങികൾ വെച്ചിരുന്നത് അവിടെ വരുന്ന ആൾക്കാർക്ക്, യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്ക് അവരുടെ ചുമന്നുകൊണ്ട് വരുന്ന സാധനം അവിടെ വെച്ചിട്ട് അതിലൊന്ന് കയറി കിടന്ന് വിശ്രമിക്കാനോ അതിൻ്റെ അടിയിലിരുന്ന് വിശ്രമിക്കാനോ ഒക്കെ ഉള്ളൊരു സൗകര്യമാണ് ഈ ചുമടുതാങ്ങികൾ. ആ പാരമ്പര്യമുള്ള നമ്മളാണ് ഒരു നല്ല വെയിറ്റിംഗ് ഷെഡ് പോലും പണി ചെയ്യലാത്തത്. ഇതുണ്ടോ, നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. ഇതുണ്ടോ, നല്ല കണ്ണീര് പോലത്തെ വെള്ളം. ആഹാ, ഇങ്ങനെ ഉള്ള വെള്ളം ഞാൻ ആദ്യമായി, ഇങ്ങനെ കടലിൽ നല്ല ഒരു തിളങ്ങുന്ന വെള്ളം ഞാൻ ആദ്യമായിട്ട് കാണും. ഇത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഇത് മുഴുവൻ ചീങ്കല്ലാണ് കേട്ടോ, ചീങ്കല്ല്. പ്രത്യേകിച്ച് അറബിക്കടലിൻ്റെ ഈ ഭാഗത്തെല്ലാം ചീങ്കല്ലാണ്. നമ്മുടെ വടക്കൻ ജില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ചീങ്കല്ലിൻ്റെ ഒരു പ്രതീതിയാണ്. കല്ലുള്ള സ്ഥലമാണ്. നമുക്ക് തെക്കൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ മണലുള്ള ഒരു ഏരിയ കിട്ടത്തുള്ളൂ. ഇതുകൊണ്ട് നല്ല തിരയടിച്ചാൽ ഇങ്ങോട്ട് വെള്ളം കയറും കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം ഇപ്പോൾ തിരയടിച്ച് വെള്ളം കയറിയതാണ്. നിൽക്കുന്നവരൊക്കെ ഒന്ന് കുളിച്ചിട്ട് പോകാൻ പറ്റും ഇവിടെ നിന്നാൽ. സൂപ്പർ. ഇപ്പോൾ കടലിൻ്റെ ഒരു ക്ലിപ്പിലാണ് നിൽക്കുന്നത്. അതായത് ഒരു ചീങ്കല്ല് ഉള്ള ഒരു സ്ഥലത്ത് അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗസീബോ. നല്ല തിരയുള്ളപ്പോഴത്തേനും വെള്ളം അടിച്ച് മണ്ടാക്കി കയറി വരും കേട്ടോ. അതായത് ഇവിടെയെല്ലാം വെള്ളം വന്നിട്ടുണ്ട്. മുൻപ് ഇതിലെ ഒരു പാലം ഉണ്ടായിരുന്നതായിട്ടാണ് തോന്നുന്നത്. ഇവിടുന്ന് ഒരു പാലം ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയതാണ്. ചിലപ്പോൾ ആ കരയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇതുപോലത്തെ ഒരു ക്ലിപ്പോ ഒരു വാഗ്വേയോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം, വളരെ മനോഹരം. ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ലൊരു കടൽ തീരം, നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു കടൽ തീരമാണ്. ആഹാ, തിരയടിച്ച് കയറാൻ തുടങ്ങി. നമുക്കിപ്പോൾ പണി കിട്ടുമോയെന്നറിയില്ല. അടിപൊളി. ഇവിടുന്ന് ഇങ്ങനെ കടലിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ വൈകുന്നേരം വന്നിട്ട് സെറ്റാവാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫിഷിംഗ് ബോട്ട് പോകുന്ന കാഴ്ച കാണാൻ പറ്റും. കടലിലേക്ക് പോവുകയാണ്. തിരയടിച്ച് കയറുന്നുണ്ട്. ഇത് വലിയ അപകടമുള്ള സ്ഥലമല്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. കടൽക്കിളികൾ ഇഷ്ടം പോലെ കടൽക്കിളികൾ. ഒരു മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. തിരയടിച്ച് കയറുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് കുഞ്ഞു മീനുകൾ വന്ന് ഈ കുഴിയിൽ വീഴും. അതിനെ പറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ കടലിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഇറങ്ങി വന്നതാണ്. നമ്മളൊന്ന് നനയും. സുഖമുള്ള കാഴ്ച, രസമുള്ള കാഴ്ച. അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകാം കേട്ടോ. പക്ഷേ പണി കിട്ടിയതാണ്. ഇതുണ്ടോ, അത്
ഇപ്പോൾ പാറക്കൂടെ ചവിട്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. ഒരു നല്ല തിര വെച്ചാൽ ഞാൻ മൊത്തം നനയും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ കയറി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ചെറിയ ദൂരോട്ട് പോവാം, ഉള്ളിലോട്ട്. ഇവിടുത്തെ സീറ്റുകളുടെ ഒരു പ്രത്യേകത ഉണ്ടോ, നല്ല രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകൾ. ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് വിശ്രമിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം. ഇതുപോലുള്ള സീറ്റുകൾ നമ്മുടെ വെയിറ്റിംഗ് ഷെഡുകളിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഹിച്ചാക്കി ചെയ്തും സൈക്കിൾ ചെയ്തുമൊക്കെ കേരളം കാണാൻ വരുന്ന ഒരുപാട് സഞ്ചാരികളെ ഞാൻ പരിചയപ്പെട്ടു. അവരൊക്കെ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ വെയിറ്റിംഗ് ഷെഡ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നെന്നാണ് ചോദിച്ചത്. വളരെ നാണക്കേടായിപ്പോയി. സാധാരണ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ കൂടുതലും നമ്മൾ ഹിച്ചാക്കി ചെയ്തൊക്കെ വരുന്ന ആളുകൾ, സൈക്ലിങ് ചെയ്ത് വരുന്ന ആളുകൾ, അവരൊക്കെ കൂടുതലും ബസ് സ്റ്റോപ്പുകളിലാണ് കിടന്നുറങ്ങുന്നത്. ടെൻ്റ് അടിച്ചോ അല്ലാതെ. ചിലർ ടെൻ്റ് അടിക്കാറില്ല. എന്നെപ്പോലെ ഞാനൊക്കെ ടെൻ്റ് അടിക്കാറില്ല. ഞാൻ അങ്ങനെ സ്ലാബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കിടക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പാതിരിച്ച് കിടന്നുറങ്ങാറാണ് പതിവ്. അവർ നമ്മളെ ശരിക്കും സങ്കടപ്പെടുത്തുക. നാണക്കേടായി എനിക്ക്. അവർ ചോദിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ മുഴുവൻ ഒരു പൈപ്പ് അടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണോ കേരളത്തിൽ? നമ്മൾ കേരളത്തെക്കുറിച്ച് ചിന്തിച്ചത് വേറെ രീതിയിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റിയൊക്കെ കാണുമെന്ന് വിചാരിച്ചത്, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്ക്. അപ്പോൾ അത് നമുക്കൊരു വലിയ മോശമായി. നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള സീറ്റുകളാണെങ്കിലും ഇട്ടാൽ എന്നെപ്പോലെ കേരളം കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ വന്ന വഴിയിൽ തന്നെ ഒരു 100 പേരിൽ കൂടുതലാണ് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നത് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അതിലൊരു 50 പേരും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അതിനുള്ളൊരു ഫെസിലിറ്റി നമ്മുടെ ഗവൺമെൻറ് ചെയ്തു കൊടുത്താൽ നല്ല കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, ലോകം കാണാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അപ്പോൾ ശരി, നമ്മളിത് പറഞ്ഞ് കടൽപ്പാലത്തിൻ്റെ ഇങ്ങനെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. അതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി നമ്മൾ. അടുത്തല്ല, ഇങ്ങനെ സൈഡിലാണ്. വൈകുന്നേരം നമ്മൾ വിശദമായിട്ട് കടൽ തീരത്തോട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഈ ബോട്ടുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന യാർഡാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ മലയുടെ അങ്ങേ സൈഡിലോട്ടാണ് പോകേണ്ടത്. ധാരാളം മീൻപിടുത്ത വള്ളങ്ങൾ മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും. ആ കരയിൽ കൂടുതലും ഫാക്ടറികളാണ്. അവിടെ വലിയ ഫാക്ടറികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടപ്പുറത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നതാണ്. ഇത് ആ സൈഡിലാണ് ഹാർബറിലോട്ട് വള്ളം വരുന്ന ഭാഗത്ത് പുലിമുട്ട് ഇറക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ സൈഡ് മുഴുവൻ പാറയാണ്, ചീങ്കല്ലാണ്. അത് ബോട്ടുകളിൽ നിന്നും സാധനങ്ങളൊക്കെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ചെറിയ ചെറിയ കപ്പലുകളിൽ നിന്നും സാധനങ്ങൾ കയറ്റുന്ന സ്ഥലമാണ്. ഇതാ ബോട്ടുകളൊക്കെ ചെറിയ ഹാർബറിൽ നിന്നും പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തൊരു ക്ലിഫ് ഇങ്ങോട്ട് ഇറങ്ങിക്കിടക്കുന്നത് കാണാം. അവിടെ ഒരു ബീച്ച് സൈഡാണ്, പക്ഷേ അതെല്ലാം റിസോർട്ടുകളുടെ ഏരിയയാണ്. പിന്നെ ഇവിടെയാണ് ഹാർബർ. അതുപോലെ തന്നെ ഇവിടെ ശിവജി മഹാരാജാവിൻ്റെ ഒരു പ്രതിമയുണ്ട്. അതും ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് നടന്നതാണ്. കുറേ ദൂരം നടക്കാനുണ്ട്, പക്ഷേ ഇവിടെ എല്ലാം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിലും അതെല്ലാം കേടായി കിടക്കുന്ന രീതിയിലാണ് കാണുന്നത്. കാരണം ഹാർബർ സൈഡാണ്, ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ്. ചെയ്തിട്ടുണ്ടോ തിരികടിച്ച് വരുന്ന കടൽ തീരത്തൂടെ നമ്മളിങ്ങനെ പതിയെ യാത്ര ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് പോവാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി.